എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഓഷ്യൻ തീമിലുള്ള ഒരു ബോട്ടിൽ കലണ്ടറുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നാല് വശങ്ങളും തുല്യ അളവിലുള്ള ചതുരത്തിലുള്ള ഒരു നീളൻ കുപ്പിയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ആദ്യം ബേസ് കോട്ടായിട്ട് ഇതിൽ വൈറ്റ് അക്രിലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. വൈറ്റ് എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ലൈറ്റ് ബ്ലൂ കളർ അങ്ങ് അപ്ലൈ ചെയ്തെടുക്കാം. അങ്ങനെ ബ്ലൂ കളറും എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഇതൊരു ആപ്പിൾ സ്നെയിലിൻ്റെ ഷെല്ലാണ്. ഇത് ബോട്ടിന് മുകളിലായിട്ട് നമുക്ക് ഒട്ടിച്ചു നോക്കാം. പെട്ടെന്ന് സെറ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് ഫെവി ബോണ്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഈ ഷെല്ലിന് താഴ്ഭാഗത്തായിട്ട് ടിഷ്യൂ പേപ്പർ ചുരുട്ടി അങ്ങ് ഒട്ടിച്ചു വെക്കുക. കുറച്ച് ടിഷ്യൂ പേപ്പറുകൾ കൂടി നീളത്തിൽ ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇവ നമുക്ക് ഈ ബോട്ടിലിന്റെ 4 കോർണറുകളിലുമായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഈ ബോട്ടിലിന്റെ നെക്ക് തൊട്ട് താഴോട്ടുള്ള കുറച്ച് ഭാഗത്ത് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് കടൽ തീരത്തു നിന്നും എടുത്ത മണലാണ്. ഇത് ഗ്ലൂ അപ്ലൈ ചെയ്ത ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം. അത്രയും പോർഷൻ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഇത് ചെയ്തെടുക്കണം. ഒരു തവണ കൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് കവർ ആയില്ലെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയതിനു ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്നുകൂടി മണലിട്ട് കൊടുക്കണം. ഇതിപ്പോൾ മണലെല്ലാം സെറ്റായിട്ടുണ്ട്. 2022 മാസങ്ങളെല്ലാം പ്രിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വശത്ത് 3 എണ്ണം വെച്ച് 4 വശങ്ങളായിട്ട് 12 മാസങ്ങളും ഒട്ടിച്ചെടുക്കണം. ഈ ഒരു ഗ്യാപ്പ് ഇട്ട് വേണം ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി ഓരോ മാസങ്ങളുടെയും പേരുകൾ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ മറ്റ് 3 ഭാഗത്തും ഒട്ടിച്ചെടുക്കണം. എല്ലായിടത്തും ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ബോട്ടിലെ ബ്ലൂ കളർ കുറച്ചുകൂടി ഒന്ന് ഡാർക്ക് ആക്കി എടുത്തിട്ടുമുണ്ട്. മുകൾ ഭാഗത്തെ മണലിൽ യെല്ലോ കളറിന് ഒരു വൈറ്റ് കളർ കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലെ ഷെല്ലിനും ഒരു യെല്ലോ കളർ കൊടുത്തെടുക്കാം. ഈ കോർണറുകളിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുത്തെല്ലാം ഗ്രീൻ കളർ കൊടുത്തെടുക്കാം. കടലിലെ പ്ലാന്റ്സ് ഒക്കെ വളർന്നു നിൽക്കുന്നത് പോലെയാണ് ഇത് ചെയ്യുന്നത്. ബോട്ടിലിന്റെ താഴ്ഭാഗത്തും പ്ലാന്റ്സ് വളർന്നു നിൽക്കുന്ന പോലെയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കണം. ഈ ഭാഗത്തായിട്ട് ഡാർക്ക് ബ്രൗൺ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് മോൾഡിറ്റ് ക്ലേ എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് കടലിലെ കുറച്ച് ജീവികളെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ സീ ഹോഴ്സിനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അധികം പ്രയാസമൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി സ്റ്റാർ ഫിഷിനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ കുറച്ചെണ്ണത്തിന് ഉണ്ടാക്കി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവയിലൊക്കെ ആവശ്യമായിട്ടുള്ള കളറുകൾ കൊടുത്തെടുക്കാം.
ഞാൻ ഈ മണലിന് മുകളിലായിട്ട് 2022 എന്നൊന്ന് എഴുതിയും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയ ജീവികളെയൊക്കെ ബോട്ടിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ ഈ ബീച്ചിൽ പോയപ്പോൾ കളക്ട് ചെയ്ത കുറച്ച് ഷെല്ലുകളും ഉണ്ട്. ഇവയും ഇതിനുവേണ്ടി ഉപയോഗിക്കും. ബോട്ടിലിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇവയെല്ലാം ഒട്ടിച്ചു കൊടുക്കണം. ഈ മണലിലും ഷെല്ലുകളൊക്കെ ഒട്ടിച്ചു വയ്ക്കാം. ഫെവി ബോണ്ട് അല്ലെങ്കിൽ ഗ്ലൂ ഗൺ ഇവ ഏതെങ്കിലുമാണ് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലത്. അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇതിലൊരു കൂട്ട് വാർണിഷ് കൂടി അപ്ലൈ ചെയ്താൽ കളറൊന്നും ഫെയ്ഡാകാതെ ഇരുന്നുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്തേക്കുക, മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊള്ളുന്നു. ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരിക്കും ഗുഡ് ബൈ.